ഹലോ മക്കളെ, എൻ്റെ പേര് അഫ്നാസയ്ക്ക്. ഞാൻ സൈലത്തിലെ മാത്സ് ഫാക്കൽറ്റി. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, അപ്കമിങ് ഇയറിനകത്ത് നമുക്ക് NCERT ബുക്ക് കംപ്ലീറ്റ്ലി മാറാൻ വേണ്ടി പോകുന്നു. 9th ക്ലാസ് NCERT ബുക്ക് കംപ്ലീറ്റ്ലി മാറി ഒരു പുതിയ NCERT ബുക്കാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രകാലം ഫോളോ ചെയ്ത സിലബസ് എല്ലാം തന്നെ മാറിക്കൊണ്ട് ഒരു പുതിയ സിലബസാണ് അപ്കമിങ് ഇയർ, അതായത് 2026-27 അക്കാദമിക് ഇയറിൽ 9ാം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകാം. നിങ്ങളെല്ലാവരും 8ാം ക്ലാസ്സിൻ്റെ പുതിയ NCERT ബുക്ക് പഠിച്ച വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലും പുതിയ NCERT ബുക്ക് ആയിരുന്ന 9ാം ക്ലാസ്സിലും പുതിയ NCERT ബുക്ക്. അപ്പോൾ സിലബസ് മാറി വരുമ്പോൾ ആ കാണുന്ന മാറ്റം എത്രമേലുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇൻ ഡെപ്തിൽ ഇപ്പോൾ തന്നെ അനലൈസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മുടെ 9th ക്ലാസ്സിനകത്ത് ഏറ്റവും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, 9th എന്ന് പറയുന്നത് നമ്മുടെ 10th ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത്. ഒരുപാട് 10th പാഠങ്ങളിലെ ബേസിക്സ് അത് കറന്റ് ഉള്ളത് 9th സിലബസിലാണ്. അതുകൊണ്ട് 9th ക്ലാസ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഗംഭീരമായിട്ട് പഠിക്കേണ്ട, ഏറ്റവും അധികം ബേസ് ഉൾപ്പെടുന്ന വർഷമാണ്. അപ്പോൾ ഈ കാണുന്ന സിലബസിന്റെ മാറ്റങ്ങൾ എത്തരത്തിലാണ്, അതെന്തെല്ലാമാണ് മാറ്റങ്ങൾ വരുന്നിരിക്കുന്നത് നമുക്ക് വളരെ വിശദമായിട്ട് പരിശോധിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് മാത്സിൻ്റെയാണ്. ഇതുപോലെ തന്നെ ഓരോ വിഷയം നമ്മൾ ഏറ്റവും ഗംഭീരമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും എല്ലാ വിഷയത്തിൻ്റെയും ഡിസ്കസ് ചെയ്ത് നിങ്ങളിലേക്ക് സിലബസിൻ്റെ അനാലിസിസ് വീഡിയോ ആയിട്ട് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മളെല്ലാവരും അവെയർ ആവണം എങ്ങനെയാണ് സിലബസിൻ്റെ മാറ്റമുള്ളതെന്ന്. നമ്മൾക്ക് വളരെ വിശദമായിട്ട് തന്നെ ഓരോ ചാപ്റ്ററും പരിശോധിക്കാം. മൊത്തമായിട്ട് പഠിക്കാനുള്ള പാഠങ്ങളുടെ എണ്ണം 15 മാറി. കഴിഞ്ഞ അക്കാദമിക് ഇയറിനകത്ത് 2025-26 9th അക്കാദമിക് ഇയറിനകത്ത് ഉണ്ടായിരുന്നത് 14 പാഠമായിരുന്നെങ്കിൽ ഇക്കൊല്ലം അത് 15 പാഠമായിട്ട് മാറി. എന്താണ് ആ കാണുന്ന മാറ്റത്തിന്റെ കാരണം? മക്കളെ, മുൻ വർഷങ്ങളിൽ 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരുപാട് പാഠങ്ങൾ ഇപ്പോൾ നമുക്കത് 9th മാറുകയാണ്. സീക്വൻസ് ആൻഡ് സീരീസ് എന്നൊരു ഭാഗമുണ്ട്. ആ കാണുന്ന സീക്വൻസ് ആൻഡ് സീരീസ് നമുക്ക് മെയിൻലി പഠിക്കാനുണ്ടായിരുന്നത് 11th അതിന്റെ ചെറിയ ഭാഗം നമ്മൾ 10th പഠിച്ചിരുന്നു. അതിന്റെ മെയിൻ ഭാഗം നമ്മൾ 11th പഠിച്ചിരുന്നെങ്കിൽ ആ കാണുന്ന 10th 11th കംപ്ലീറ്റ് സിലബസ് ആണ് നമുക്കിപ്പോൾ 9th വന്നിരിക്കുന്നത്. അതായത് അരിത്മെറ്റിക് പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യം നമ്മൾ 9th പഠിക്കാൻ വേണ്ടി പോകുന്നു. ആലോചിക്കുക, ജോമെട്രിക് പ്രോഗ്രഷൻ പഠിച്ചിരുന്നത് 11th ആൻഡ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ 10th. അപ്പോൾ ആ കാണുന്ന 10th 11th കംപ്ലീറ്റ് സിലബസ് നമ്മൾ എന്ത് ചെയ്യുന്നു, 9th കവർ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഒരു പുതിയ പാഠമായിട്ട്, ഒരു ന്യൂ ചാപ്റ്റർ ആയിട്ടാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് പ്രോബബിലിറ്റി. 10th നിങ്ങൾ എല്ലാവരും പ്രോബബിലിറ്റി പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് 9th വരുന്നു. അപ്പോൾ അവിടെയും എന്താണ്, ഒരു പുതിയ മാറ്റം ഉണ്ടാവുന്നു. ബോർഡ് എക്സാമിന്റെ കുറെ പാഠങ്ങൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ അത് 9th വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വലിയ മാറ്റങ്ങളാണ് നമുക്ക് 9th സിലബസിൽ കാണാൻ വേണ്ടി സാധിക്കാം. ഇതിന് പുറമെ 10th 3ാമത്തെ പാഠമാണ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ്. ആ കാണുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് നമുക്ക് 9th വന്നിരിക്കുന്നു. പണ്ട് നിങ്ങൾക്ക് ലീനിയർ ഇക്വേഷൻ പഠിക്കാനുണ്ടായിരുന്നു, ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ പഠിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ 8th ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ പഠിച്ചിരുന്നു. അതിന്റെ 2 വേരിയബിൾ കേസാണ് നിങ്ങൾ 9th പഠിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ 9th മുമ്പ് പഠിച്ചിരുന്നത് ഒറ്റ ലീനിയർ ഇക്വേഷൻ സം 2x + 3y = 4 അത് മാത്രമായിരുന്നെങ്കിൽ സിലബസ് മാറിക്കൊണ്ട് 10th നമ്മൾ ഏറ്റവും ഗംഭീരമായിട്ട് ഹാർഡായിട്ട് പറയുന്ന ഒരുപാട് ഇക്വേഷൻസും ഒരുപാട് വേർഡ് പ്രോബ്ലം ഉൾപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഇനി 9th മാറ്റാൻ വേണ്ടി പോകുന്നു. അപ്പം അത്തരത്തിൽ ഒരുപാട് സിലബസ് ചേഞ്ച് ആണ് നമ്മൾക്കൂടെ കാണാൻ വേണ്ടി സാധിക്കുക. ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു പുതിയ NCERT ബുക്കാണ് നമ്മൾക്കൂടെ ഇനി കാണാൻ വേണ്ടി സാധിക്കുക. പണ്ട് നമുക്ക് 9ാം ക്ലാസ്സിൽ ഒരു പാഠത്തിന്റെ പേരാണ് ഹെറോൺസ് ഫോർമുല, മറ്റൊരു പാഠമാണ് ഏരിയയും പെരിമീറ്ററും പഠിക്കാനുള്ളത്. ഇപ്പോൾ അത് രണ്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒറ്റ പാഠമാക്കി മാറ്റി. അതായത് ഹെറോൺസ് ഫോർമുല നമ്മൾ ഒന്നിച്ച് പഠിക്കുന്നു, അതുപോലെ തന്നെ ഏരിയയും പെരിമീറ്ററും ഒന്നിച്ച് ഒരു സിംഗിൾ ചാപ്റ്റർ ആയിട്ട് മാറ്റി. പണ്ട് 2 എന്നുള്ളത് ഇപ്പോൾ അത് 1 മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും, അവിടെ ചാപ്റ്ററിന് ഷോർട്ട് വന്നു. മറ്റൊന്നുമല്ല, 10th നമ്മൾ സിലിണ്ടറും ക്യൂബോയിഡും ക്യൂബും ഹെമിസ്ഫിയറും സ്പിയറും ഒരുപാട് നമ്മുടെ ചുറ്റുമുള്ള ഷേപ്പുകളുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും എർത്തിന്റെ ഷേപ്പ് എന്താണെന്ന്, അതൊരു സ്പിരിക്കൽ ഷേപ്പാണ്. സോ ഇത്തരത്തിൽ ഒരുപാട് ഷേപ്സ് നമ്മുടെ ചുറ്റുമുള്ള ഷേപ്പുകളുണ്ട്. ആ കാണുന്ന ഷേപ്പുകൾ, ഫുട്ബോൾ നമുക്കറിയാം, അതൊരു സ്പിരിക്കൽ ഷേപ്പാണ്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളുടെ ഇനി 9th പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതെല്ലാം തന്നെ 10th നമുക്ക് മുമ്പുണ്ടായിരുന്നായിരുന്നു. ഈ കാണുന്ന ചാപ്റ്ററിനകത്ത് വരുന്ന ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട്. ആ കാണുന്ന കാൽക്കുലേഷൻ എല്ലാം തന്നെ ഏറ്റവും അധികം ഹാർഡായിട്ടാണ് നമുക്ക് 10th കാണാൻ വേണ്ടി സാധിക്കാം. ആ കാണുന്ന ഹാർഡ്നെസ് നിങ്ങൾക്ക് 9th വരാൻ വേണ്ടി പോകുന്നു. സോ ഈ കാണുന്ന ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ നമുക്ക് എല്ലാം ഒരു പുതിയ കാര്യമാണ് 9th സിലബസിനെ സംബന്ധിച്ച് പറയുമ്പോൾ. അപ്പോൾ എല്ലാ മക്കളും ഇപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. നമുക്ക് അടുത്ത അപ്കമിങ് ഇയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗംഭീരമാക്കി മാറ്റണം. ഞാൻ പറയുന്നത് ഇത് മാത്സ് മാത്രമല്ല, ഈ ഒരു മാറ്റം നമുക്ക് എല്ലാ വിഷയത്തിലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് സയൻസിനകത്തുള്ള ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, എല്ലാത്തിനും നമുക്ക് ഈ ഒരു മാറ്റം കണ്ടുകൊണ്ട് ഏറ്റവും ഗംഭീരമായ ഒരു പുതിയ ബുക്ക്, ഒരുപാട് സിലബസ് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ ബുക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ചോദിക്കും, ലാസ്റ്റ് അക്കാദമിക് ഇയർ 9th ബുക്കിൽ നിന്ന് എന്ത് മാറ്റമുണ്ടെന്ന്? മക്കളെ, ലാസ്റ്റ് അക്കാദമിക് ഇയർ നിങ്ങളുടെ സീനിയേഴ്സ് പഠിച്ച 9th NCERT ബുക്കിനകത്തുണ്ടായിരുന്ന എല്ലാ കോണ്ടന്റും, ഓൾമോസ്റ്റ് എല്ലാ കോണ്ടന്റും നിങ്ങൾക്ക് ഇക്കൊല്ലവും പഠിക്കാൻ വേണ്ടിയുണ്ട്. 1ാമത്തെ പാഠം നമ്പർ സിസ്റ്റം ആയിരുന്നു കഴിഞ്ഞ കൊല്ലം, അത് ഇക്കൊല്ലവും ഉണ്ട് നമ്പർ സിസ്റ്റം.
കഴിഞ്ഞ കൊല്ലം കോർഡിനേറ്റ് ജോമെട്രി ഉണ്ടായിരുന്നു, ഇക്കൊല്ലം കോർഡിനേറ്റ് ജോമെട്രി ഉണ്ട്. പക്ഷേ ചാപ്റ്ററിൻ്റെ ഓർഡർ മാറി. ഒന്നാമത്തെ പാഠമാണ് ഈ അക്കാദമിക്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്ന കോർഡിനേറ്റ് ജോമെട്രി. നമ്പർ സിസ്റ്റം പറയുമ്പോൾ ഒരു ചുരുങ്ങിയ ഭാഗം മാത്രമായിരുന്നു നമുക്ക് നമ്പർ സിസ്റ്റം പണ്ട് 9th ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 10th നമുക്ക് ഉള്ള നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ 9th കയറി വരുന്നു. നിങ്ങൾക്കറിയാമായിരിക്കും ഇറാഷണൽ നമ്പേഴ്സ്. നിങ്ങളിപ്പോൾ പഠിച്ചത് റാഷണൽ നമ്പേഴ്സ് വരെയാണെങ്കിൽ അടുത്ത കൊല്ലം പഠിക്കാൻ വേണ്ടി പോകുന്നൊരു പുതിയ നമ്പർ സിസ്റ്റമാണ് ഇറാഷണൽ നമ്പേഴ്സ്. ആ കാണുന്ന ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 10th പഠിച്ചിരുന്നു. ആ 10th കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്യുന്നു, ഇപ്പോൾ അത് 9th വരുന്നു. അപ്പോൾ അങ്ങനെ 10th കുറേ സിലബസ് ഇപ്പോൾ 9th വന്നുകൊണ്ട് 9th കുറച്ചുകൂടി സിലബസ് എൻട്രി ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടായ രീതിക്കാണ് മാറ്റാൻ വേണ്ടി NCERT ബുക്ക് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുപോലെ മാത്സ് എങ്കിൽ മറ്റെല്ലാ വിഷയം ഇതുപോലെ തന്നെ ആയിരിക്കും. ഈ കാണുന്ന സ്ട്രക്ചർ നമുക്ക് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഭാവിയിൽ വരുന്ന എല്ലാ കോമ്പറ്റീവ് എക്സാംസിനും ഈ കാണുന്ന സ്ട്രക്ചേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്, ഈ കാണുന്ന ബേസ് ആവശ്യമുണ്ട്. ഏതൊരു എക്സാം എടുത്താലും ഈ കാണുന്ന ബേസ് ഇല്ലെങ്കിൽ നമുക്ക് ആ കാണുന്ന എക്സാം ഗംഭീരമായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അത് നിങ്ങൾ ഫ്യൂച്ചറിൽ എഴുതാൻ വേണ്ടി പോകുന്ന ഏത് പരീക്ഷയാണെങ്കിലും, അത് നിങ്ങൾക്ക് മറ്റ് യൂണിവേഴ്സിറ്റീസിലായിക്കോട്ടെ, അത് ഡിഗ്രി കോഴ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നീറ്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ JEE ആയിക്കോട്ടെ, ഏത് പരീക്ഷയാണെങ്കിലും ഏതൊരു പരീക്ഷയുടെയും ഏറ്റവും ബേസ് എന്ന് പറയുന്നത് 10th ക്ലാസ് വരെയുള്ള മാത്സ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ക്രക്സ് ഉണ്ട്, ഭാവിയിൽ നടക്കാൻ വേണ്ടി പോകുന്ന എല്ലാ എക്സാംസിൻ്റെയും സിലബസിനകത്ത് ഈ പറയുന്ന എല്ലാ ബേസിക്സും ഉൾപ്പെട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ബേസ് സ്ട്രോങ് ആക്കണം, നിങ്ങൾക്ക് ഏറ്റവും ഗംഭീരമാക്കി മാറ്റണം. നമ്മുടെ ക്ലാസ് 9 എന്ന് പറയുന്നത് ഏറ്റവും ഗംഭീരമായ വർഷമാക്കി മാറ്റണം. അതിനുവേണ്ടി എല്ലാ മക്കളും ആദ്യമേ തന്നെ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. ഇപ്പോൾ ഒരിക്കലും നിങ്ങൾ 9th സിലബസിനെ പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കേ വേണ്ട. എല്ലാ മക്കളും 8th പറ്റി ഓർത്ത് 8th ആനുവൽ എക്സാമിൽ ഏറ്റവും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി എല്ലാ മക്കളും ഇപ്പോൾ തയ്യാറാവുക. അതാണ് ആവശ്യം. നിങ്ങൾക്ക് വേണ്ടിയുള്ള 9th ക്ലാസ്സുകളും എല്ലാമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് വരും. അതുകൊണ്ട് സിലബസ് മാറ്റം ഒരിക്കലും പേടിക്കണ്ട. ആ കാണുന്ന സിലബസ് മാറ്റം ഞങ്ങൾ ടാക്കിൾ ചെയ്തുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പഠിച്ചുകൊണ്ട് തന്നെ ക്ലാസ് 9 ഏറ്റവും ഗംഭീരമായ മാർക്കുകൾ നേടേണ്ടതായിരിക്കും. അതുപോലെ തന്നെ മക്കളെ 8th ക്ലാസ്സിന് വേണ്ടിയുള്ള നിങ്ങളുടെ റിവിഷൻ ക്ലാസ്സുകളും എല്ലാം തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് AK from Salem Learning. Bye bye guys, thank you all, thank you.